ഹരേ കൃഷ്ണ. സൗന്ദര്യലഹരിയിൽ നമ്മുടെ ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിൽ 10ാമത്തെ വരികളാണ് അടുത്തത്. സുധാധാര സാരൈശരണയുഗളാന്തർവിഗളിതൈ പ്രപഞ്ചം സിഞ്ചതി പുനരഭി രസാംനായമഹസം അവാഭ്യസ്വാം ഭൂമി ഭുജഗനിഭമദ്യുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സ്വഭീഷീകുളകുണ്ടേ കുഹരിണി. അതായത്, അല്ലയോ മഹാത്രിപുര സുന്ദരി, ശിരസിൽ സഹസ്രാര കമലത്തിൻ്റെ മധ്യത്തിലുള്ള ശ്രീചക്രരൂപമായ ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തിലിരിക്കുന്ന നിൻ തിരുവടിയുടെ 2 ചരണങ്ങളുടെ മധ്യത്തിൽ നിന്ന് പെരുകി ഒഴുകുന്ന അമൃതധാര പ്രവാഹം കൊണ്ട് സാധകൻ്റെ 72,000 നാഡികളെയും നനച്ച് ആ ചിച്ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് പിന്നെയും തൻ്റെ വാസഭൂമിയായ സുഷുമ്നാദോഭാഗങ്ങളിൽ മൂലാധാര ചക്രത്തെ പ്രാപിച്ചിട്ട് തൻ്റെ രൂപത്തെ സർപ്പം എന്ന പോലെ മൂന്നര ചുറ്റോടുകൂടി മണ്ഡലാകാരമാക്കി കുണ്ടലിനി എന്ന നാമത്തോടുകൂടി ഉള്ളിൽ സൂക്ഷ്മദ്വാരമുള്ള താമരക്കിഴങ്ങ് പോലെ ഇരിക്കുന്ന ആ ധാരകന്ധനത്തിൽ നിന്തിരുവടി നിദ്ര ചെയ്യുന്നു. മുൻ ശ്ലോകം കൊണ്ട് കുണ്ടലിനിയുടെ സഹസ്രദള കമലത്തിലേക്കുള്ള ഗതിയും ഈ ശ്ലോകം കൊണ്ട് സഹസ്രാരത്തെ പ്രാപിച്ചിട്ടുള്ള സ്ഥിതിയും മൂലാധാര ചക്രത്തിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയുമാണ് വർണ്ണിക്കുന്നത്. ദേവീരെ സഹസ്രാര ചക്രത്തിൽ നിന്ന് മൂലാധാരത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഇതിൽ പറയണത്. എൻ്റെ പേര് അനിത ശങ്കരനാരായണ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യാം, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.